അങ്ങനെ ഡൽഹി എയർപോർട്ടിലെത്തിയതിന് ഞങ്ങൾ നേരെ പുറത്തേക്കുള്ള വഴി നോക്കിയിട്ട് നടക്കുകയാണ്. ഇതിന് മുന്നേ നമുക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ലഗേജ് ഒക്കെ എടുക്കണം. അപ്പം നേരെ ഞങ്ങൾ ഫസ്റ്റ് ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പോയത്. അധികം വലിയ ചെക്കിങ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. നമ്മുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും മാത്രം കാണിച്ചിട്ട് ഞങ്ങൾ നേരെ ലഗേജ് എടുക്കാൻ പോയി കേട്ടോ. ഒരു പെട്ടി മാത്രമേ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ബാക്കി 3 പെട്ടി ഫ്ലൈറ്റിൽ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് 3 കിട്ടാനുണ്ട്. അതിങ്ങനെ ഞങ്ങൾ 3 എടുത്തു കേട്ടോ. ഇനിയാണ് ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ. നമ്മൾ അറിയാത്ത സ്ഥലമാണല്ലോ, അവിടുത്തെ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ എയർപോർട്ടിൽ പുറത്തിറങ്ങിയാൽ തന്നെ എയർപോർട്ട് ടാക്സി നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരാൾ വന്നിട്ട് നമ്മൾക്ക് ഒരു ടാക്സി കാണിച്ചു തരികയാണേ. നമ്മൾ അയാളെ വിശ്വസിച്ചിട്ട് പോയി അയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു പറ്റിക്കലായിരുന്നു കേട്ടോ അത്. കാരണം ഇവിടെയൊക്കെ ടാക്സി ബുക്കിംഗ് ചെയ്യൽ മറ്റേ ഓല, പിന്നെ ഊബർ, അങ്ങനത്തെ കുറേ സൈറ്റിലാണ് കേട്ടോ. നമ്മൾ എയർപോർട്ട് ടാക്സിയാണല്ലോ അവിടെ നിന്ന് പിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ബുക്കിംഗ് ചെയ്ത ഹോട്ടലിലേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ 3.5 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ 1800 രൂപയാണ് കേസ് വാങ്ങിച്ചത്. നമുക്കൊന്നും പറയാനോ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, കാരണം നമുക്ക് അറിയാത്ത സ്ഥലമായിപ്പോയി. അവർ ചോദിക്കുന്ന പൈസ നമുക്ക് കൊടുക്കാനല്ലേ വഴിയുള്ളൂ. പിന്നീട് നമ്മൾക്ക് കിച്ചണിൻ്റെ ഒരു ഫ്രണ്ടിനെയൊക്കെ കണ്ടതിന് ശേഷമാണ് നമുക്ക് ഇവിടുത്തെ ഏകദേശം ഐഡിയ ഒക്കെ മനസ്സിലായത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നിങ്ങൾ എങ്ങോട്ട് പോകുകയാണെങ്കിൽ ഊബറിലും ഓലിയിലൊക്കെ ബുക്കിംഗ് ചെയ്താൽ മതി, ടാക്സിയിൽ അല്ലാതെയുള്ള ഒരു ടാക്സിയിലും കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ നേരെ ആ ടാക്സിക്കകത്തുനിന്ന് ഞങ്ങൾ നേരെ വന്നത് ഞങ്ങൾ ബുക്കിംഗ് ചെയ്ത IBS ഹോട്ടലിലേക്കാണ്. അത് ഞങ്ങൾ നേരെ വന്നു കേട്ടോ. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. വന്നതും തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് ബുക്കിംഗ് ചെയ്തിട്ടാണല്ലോ വന്നത്. അപ്പോൾ അവർ നേരെ നമുക്ക് കീ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞു. ബാക്കിൽ ലഗേജൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഈ ചോട്ടും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക്. നമ്മുടെ 4th ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ റൂമുള്ളത്. അപ്പം ഞങ്ങൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ അത്. നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് വരുന്ന കാര്യം നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് സേഫ് ആയിട്ടുള്ള ഹോട്ടലിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളിത് സെലക്ട് ചെയ്തത്. പക്ഷെ സെലക്ട് ചെയ്തത് കൊണ്ട് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല 4 സ്റ്റാർ ഹോട്ടൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണേ. ഞങ്ങൾക്ക് തന്ന റൂം ഏതാണെന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. അവരപ്പോൾ തന്നെ ഞങ്ങളുടെ ലഗേജൊക്കെ ഞങ്ങളുടെ ബാക്കിലെ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ റൂം ഓപ്പൺ ചെയ്തത് തന്നെ അവർ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ അകത്ത് കയറ്റി തന്നു കേട്ടോ. എല്ലാം കേട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രഷായി വേഗം ഫുഡ് വിളിച്ച് പറയാട്ടോ ചെയ്തത്. നമ്മൾ ഈ ഹോട്ടലിന് തന്നെയാണ് നമ്മൾ ഫുഡ് വിളിച്ച് പറഞ്ഞത്. കാരണം നമുക്ക് പുറത്ത് നമ്മൾ പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് വിളിച്ച് പറഞ്ഞത് തന്നെ അവർ റൂമിൽ ഫുഡൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വട, ഇഡലി, സാമ്പാർ, പിന്നെ ഒരു ആലു പൊറോട്ട, ബിസ്ക്കറ്റ്, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചണിനും കൂടെ പെട്ടെന്ന് തന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കിച്ചോട്ടിൻ്റെ ഒരു ഫ്രണ്ട് നമ്മളവിടെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അബുദാബിയിൽ വർക്ക് ചെയ്താണ് കേട്ടോ. അക്ഷയ് എന്നാണ് പേര്. അവൻ്റെ ഫാമിലി ഇവിടെ സെറ്റിൽഡാണ്. അപ്പോൾ അവർ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നമ്മുടെ ഹോട്ടലിൽ പുറത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഞങ്ങളെയും വിളിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ അവർ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ പോവുകയാണേ. അവരിയ്ക്കുന്നതൊരു ആർമി ക്വാർട്ടേഴ്സിലാണ് കേട്ടോ അവരിയ്ക്കുന്നത്. അപ്പം നേരെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോവുകയാണേ. നമുക്ക് അവർ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. അക്ഷയ് കാർത്തികയാണ് കേട്ടോ വൈഫിൻ്റെ പേര്. ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അവർക്ക്. നമ്മൾ അബുദാബിയിൽ നിന്നൊരു ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തില്ലേ, അതിലൊരു ഡ്രസ്സ് ഈ കുട്ടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് അടിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മളൊരു വണ്ടി നോക്കാൻ കൂടിയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വണ്ടിയൊക്കെ പോയി ഒന്ന് നോക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ അക്ഷയുടെ കാത്തൂൻ്റെ അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടാണ് വണ്ടി നോക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അവർ ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തിറങ്ങി തന്നെ നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു കേട്ടോ. നിറയെ കുരങ്ങന്മാരും മയിലും ഒക്കെ അടിപൊളി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർക്കൊക്കെ അവിടെ നിന്ന് സെറ്റായി. പക്ഷെ ഞങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ ഒരു പേടി തന്നെയുള്ളൂ. ഞങ്ങൾ വേഗം വണ്ടിക്കകത്ത് കയറിയിട്ടോ.
പിന്നെ ഞങ്ങൾ നേരെ പോയത് മലബാർ കാറിലേക്കാണ് കേട്ടോ. നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഒരു കാറ് കൂടെ നോക്കാനാണല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ മലബാർ കാറിലേക്ക് പോയി. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ അവരുടെ കൈവശം ഒരു ബെൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കടയൊക്കെ കിച്ചിട്ടുണ്ട് അവരോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അക്ഷയുടെ ആളേനൊക്കെ കൂടെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇരുന്നപ്പോൾ അവർ നമുക്ക് വണ്ടി കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ വിളിച്ചു. അവർ കൈവശം കുറേ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ബെൻസ് ആ ഒരു സൈഡിലേക്കായിരുന്നു ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ആ വണ്ടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വണ്ടിയൊക്കെ ആയിരുന്നു കേട്ടോ. കിച്ചിട്ടുണ്ട് അത് ഓട്ടിയൊക്കെ നോക്കി. പക്ഷേ നമ്മൾ ചാടിക്കയറി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ 1-2 ഷോപ്പ് കൂടെ നോക്കി വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ പോയി നോക്കി നല്ല വണ്ടി കിട്ടുകയാണെങ്കിൽ ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി നമ്മൾ നോക്കിയിട്ടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വണ്ടിയാണ് നമ്മൾ നോക്കിയത്. ഇവിടെയൊക്കെ ഒരുപാട് പറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എടുത്ത് ചാടി നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ നോക്കി ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടിയൊക്കെ നോക്കി നമ്മൾ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് അക്ഷയ നമ്മളെ പണിക്ക് ട്രാവൽസിൽ കൊണ്ടുവിട്ടു കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് സേഫായിട്ട് ഈ ഡൽഹി മൊത്തം കറങ്ങാമല്ലോ. അല്ലാതെ നമുക്ക് ഇവിടെ സ്ഥലങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് ടൂർ പാക്കേജ് 2 ദിവസത്തെ ടൂർ പാക്കേജ് എടുത്തു കേട്ടോ. ഫസ്റ്റ് ഡേ നമ്മൾ മധുര, ആഗ്ര, താജ്മഹൽ ട്രിപ്പും സെക്കൻഡ് ഡേ നമ്മൾ ഡൽഹി ലോക്കൽ ടൂറും ആണ് എടുത്തത്. ആ ലോക്കൽ ടൂറിൽ ഏകദേശം ഡൽഹി മൊത്തം കവറാകുന്ന ഒരു പാക്കേജാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ അപ്പോഴേക്ക് നമ്മൾ എനിക്കൊരു വാഷ്റൂം പോകണം മറ്റും നേരെ നമ്മൾ ഡൽഹിയിൽ ഏതൊരു മാളിൽ കയറിയിട്ടോ. അതിൻ്റെ പേര് പോലും നമ്മൾ നോക്കിയില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ ഉള്ളിൽ പോയിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. നല്ല വലിയ മാളായിരുന്നു കേട്ടോ അത്. പിന്നെ നമ്മൾ ഏകദേശം അക്ഷയുടെ കൂടെ പോയത് കാരണം നമുക്ക് ഏകദേശം അവിടുത്തെ ഐഡിയയൊക്കെ മനസ്സിലായിട്ടോ. എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഏകദേശം മനസ്സിലായിട്ടോ. അതിലൊന്നായിരുന്നു നമ്മൾ ടാക്സി ബുക്കിംഗ് ചെയ്യൽ. ഊബറും ഓലയൊക്കെ ബുക്കിംഗ് ചെയ്താലേ നമ്മൾ ടാക്സി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കലായിരുന്നു മൊത്തം. പിന്നെ നമ്മൾ നേരെ അക്ഷയ് നമ്മുടെ റൂമിൻ്റെ അവിടെ കൊണ്ടുവിട്ടു കേട്ടോ. പിന്നെ ഇന്നൊരു അക്ഷയ് പോയിണ്ടായിരുന്നു. പിന്നെ ഞാനും കിച്ചണും കൂടെ ഞങ്ങളിരിക്കുന്ന IBS ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ വേൾഡ് മാർക്കുള്ളത്. അതിനകത്ത് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് പോവാണേ. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡിൽ നിന്ന് ക്രോസ് ചെയ്താൽ അവിടെ കാണുന്നില്ലേ, അതാണ് വേൾഡ് മാർക്കറ്റ്. അതിലാണ് ഇഷ്ടം പോലെ എല്ലാ ഹോട്ടലും ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വേൾഡ് മാർക്കിലുള്ള ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡൽഹിയിലെ ഏകദേശം ഒരു കാമായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഇത്. കൂടുതലായിട്ട് ഡൽഹി മെട്രോ സ്റ്റേഷൻ ഉള്ളതും അതുപോലെ തന്നെ ബിസിനസ് ഏരിയയൊക്കെ ഉള്ള ഒരു സൈഡിലാണ് കേട്ടോ ഞങ്ങളെടുത്ത ഹോട്ടലൊക്കെ ഉള്ളത്. IBS ആണെങ്കിലും ഒട്ടുമിക്ക 5 സ്റ്റാർ ഹോട്ടൽ ഉള്ളത് ഈ സൈഡാണ് കേട്ടോ. ബാക്കിയൊക്കെ ഓൾഡ് ഡൽഹിയിലാണ് പെടുന്നത്. അവിടെയൊന്നും പോകാൻ പറ്റില്ല എന്നാണ് ആ അക്ഷയൊക്കെ പറയുന്നത്. കാരണം അത്രയും സേഫ് അല്ല അവിടെ. നമ്മുടെ ഡൽഹിയിൽ നിന്ന് മാത്രമേ പറയാനുള്ളൂ പേര്. പക്ഷെ ബാക്കിയൊക്കെ ചേരി പോലുള്ളൊരു ടൈപ്പാണ്. നമുക്ക് പുറത്തിറങ്ങാൻ പോലും ഒരു സേഫ് അല്ലാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ഇരിക്കുന്ന ഇത്ര ഭാഗമായിരുന്നു ഒരു സേഫായിട്ട് ഉള്ള ഒരു ഏരിയ. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോകാം കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അന്ന് വീക്കെൻഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് തന്നെ എന്താ ചെയ്യുന്നത്. പക്ഷെ അവിടെ എല്ലാ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഫാസ്റ്റ് ഫുഡ്, ബർഗർ ആണെങ്കിലും പിസ ആണെങ്കിലും എല്ലാ തരത്തിലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളപ്പോൾ ആദ്യമായിട്ടല്ലേ ഇവിടെ വന്നത്. അപ്പം നമുക്ക് നോർത്ത് ഇന്ത്യ വന്നിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഫുഡാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അവിടെ എല്ലാ ആ ഫുഡ് കോർട്ടിൽ മൊത്തം സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോപ്പായിരുന്നു കേട്ടോ. ഏത് തരത്തിലുള്ള ഫുഡ് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ഫുഡാണ് വാങ്ങിച്ചത്. ഇതൊരു വെജിറ്റബിൾ മൊമോസോ അങ്ങനെ എന്തോ പറയും കേട്ടോ അതിനെ. ചിക്കൻ്റെ ഒരു ഗ്രേവി, പിന്നെന്താ ഈ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തിട്ട് ഒരു മധുരം ഉണ്ടോ അത്, പിന്നെ ഒരു വെജിറ്റബിൾ ബിരിയാണി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഞാനും കിച്ചണും കൂടെ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്തെന്ന് തന്നെ നമ്മുടെ IBS ഹോട്ടൽ എത്തിയിട്ടോ. ഞങ്ങളെടുത്ത ഹോട്ടലിൽ തന്നെ ചുറ്റിക്കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. അത്രയും വലിയ ഹോട്ടലായിരുന്നു അത്. കണ്ടോ, പുറത്തൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം ചുറ്റിക്കണ്ടിട്ട് ഞങ്ങളുടെ ഡൽഹിയിൽ ഫസ്റ്റ് ഡേ ഒക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ഇനി സെക്കൻഡ് ഡേ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് വരാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.